പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. ആക്ടിവിസം ഒന്നും ഇവിടെ നടക്കത്തില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകളാണ്. 300 പേരുടെ വിസയാണ് മാർക്കോ റൂബിയോ ക്യാൻസലാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ക്യാമ്പസുകളിൽ ആക്രമവും ഭയങ്കരമായ ആക്ടിവിറ്റീസ് കൊണ്ട് കുത്തിച്ചേർത്ത് ഹമാസുമായിട്ട് ചേർന്ന് ഭയങ്കര ഹമാസിൻ്റെ അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും അവിടെ ഭയങ്കര പ്രകോപനമായിട്ടുള്ള സമരങ്ങളും സമരമുറകളൊക്കെ ചെയ്തുകൊണ്ടാണ് മാർക്കോ റൂബിയോ ഇങ്ങനെ ഒരു കഠിന തീരുമാനത്തിലേക്ക് വന്നത്. 300 പേരുടെ വിസ ഇപ്പോൾ തന്നെ ക്യാൻസലാക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് ക്യാച്ച് ആൻഡ് റീവോക്ക്. അപ്പോൾ ക്യാമ്പസിനുള്ളിൽ കടന്ന് ആരൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ സ്റ്റുഡൻസ് നടത്തുന്നുണ്ടോ അവർക്കെതിരെ കർശന നിയമം ആണ് മാർക്കോ റൂബിയോ കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇനി അവിടെ പഠിക്കാൻ പോകുന്നവർ നോക്കിയും കണ്ടും ചെയ്താൽ നല്ലതായിരിക്കും. അവർ പഠിച്ചിട്ട് മര്യാദയ്ക്ക് പൊക്കോ, ഡിഗ്രി എടുക്കുക, പോവുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നാണ് അവരുടെ നിയമം. അവിടെ വേറൊരു പരിപാടികൾ രാജ്യത്തിനെതിരായും അവിടെ ഹമാസിൻ്റെ കൂടെ കൂടി മുദ്രാവാക്യം വിളിക്കാനോ അവിടെ ക്യാമ്പസുകളിൽ അടിയും പിടിയും കൊലപാതകവും ഉണ്ടാക്കാനോ ഒന്നും നടക്കത്തില്ല. കർശന നടപടിയായിരിക്കും. ഇനി പിടിക്കുന്നവരെല്ലാം പുറത്താക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ രാജ്യത്തെ ആൾക്കാർ സ്റ്റുഡൻസ് ഉണ്ടെന്നൊന്നും ഇപ്പം വെളിയിൽ വന്നിട്ടില്ല. 300 പേരുടെ വിസ ക്യാൻസലാക്കി സ്വന്തം രാജ്യത്തോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ക്യാമ്പസിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടായാൽ അതിനുവേണ്ടി കർശന സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാ ക്യാമ്പസുകളിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ അമേരിക്കയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് അലമ്പ് കാണിച്ച് അവിടെ രാജാവായി വാഴാമെന്നൊന്നും ഓർക്കണ്ട. അമേരിക്ക യൂറോപ്യൻ യൂണിയനുകളിൽ ഏറ്റവും നല്ല ഉചിതമായ തീരുമാനം എടുക്കുന്ന ഒരു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക. മറ്റു രാജ്യക്കാർ ജർമ്മനി ആണേലും UK ആണേലും അയർലൻഡ് ആണേലും ഓസ്ട്രേലിയ ആണേലും അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അവിടെ എന്നൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനൊന്നും ഇതുവരെ ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ജർമ്മനിയിൽ തന്നെയാണെങ്കിലും എത്ര പ്രാവശ്യം ഭീകരാക്രമണങ്ങൾ നടന്നു. ഈ കഴിഞ്ഞ 3-4 മാസത്തിനുള്ളിൽ 2-3 പ്രാവശ്യം ഭീകരാക്രമണം നടന്ന് വണ്ടി ഇടിച്ച് കൊല്ലുകയും അഫ്ഗാനിസ്ഥാനിലെയും സൗദി അറേബ്യയിലെയും കുറേ ടീമുകൾ ഇവിടെ കൊലപാതകമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതെല്ലാം പറച്ചിലേ ഉള്ളൂ. അവരെ അറസ്റ്റ് ചെയ്തു, സംഭവം ശരിയാണത്. പക്ഷേ തീരുമാനം എടുക്കണമെങ്കിൽ എപ്പോഴും അമേരിക്ക തന്നെയായിരിക്കും മുന്നിലെടുക്കുന്നത്. അമേരിക്ക തന്നെയാണ് ആദ്യമേ വിസ പ്രശ്നത്തിൽ ഒത്തിരി പേരെ പറഞ്ഞു വിട്ടു. അനധികൃതമായിട്ട് വന്നവരെയും കള്ളവണ്ടി കയറി വന്ന വിസ ആൾക്കാരെ എല്ലാവരും പുറത്താക്കി എന്ന് പറഞ്ഞാലാണ് ഇപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പക്കായാണ്. ക്യാമ്പസിൽ വന്നവർ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് പഠിച്ചോണം, ഡിഗ്രി എടുത്തോണം, അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം, അവർക്ക് ഒരു പ്രശ്നമില്ല. അവിടെ മറ്റ് ആക്ടിവിറ്റീസിനകത്ത് ചേർന്ന് മറ്റ് ഭീകര പ്രവർത്തനങ്ങളും പരിപാടികളും അടിപിടിയും കൊലപാതകവും ഒന്നും നടത്താൻ ഒരു രക്ഷയില്ല. കർശന നടപടിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. നമ്മളവിടെ പോവുക, പഠിക്കുക, ഡീസൻ്റായിട്ട് വരിക, അതാണ് ചെയ്യേണ്ടത്. മറ്റൊരു രാജ്യത്ത് പോയി അവരുടെ നിയമങ്ങൾ പാലിക്കുക, അവർ പറയുന്ന പോലെ ചെയ്യുക. നമ്മൾ പഠിക്കാൻ പോയിട്ട് അവിടെ കിടന്ന് വേറെയുള്ള അഭ്യാസ പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നിയമങ്ങളായിരിക്കും. പഠിച്ചതും മിച്ചമില്ല, പൈസയും ചിലവാകും, അതെല്ലാം പോയി നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണിപ്പം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.